ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നാല്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ചുറ്റുഭാഗങ്ങളിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയം ഈ രോഗം എന്നുള്ളതാണ്. ഇപ്പോ ഞാൻ ചോദിക്കുന്നത്, ഞാൻ സമൂഹത്തോടാട്ടോ സത്യത്തിൽ ചോദിക്കുന്നത്, ഈ രോഗം മനുഷ്യനിർമ്മിതമാണോ അല്ലെ ദൈവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നെ നമുക്ക് തരുന്നതാണോ എന്നതാണ് എൻ്റെ ഒരു സംശയം. ഇതേ ചോദ്യം ഞാൻ വേറൊരു രൂപത്തിൽ ഒരു ആലിമായ, നന്നായി ഖുർആനും ഹദീസും പഠിച്ച, അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു സജീവ പ്രവർത്തകനായ ഒരു പണ്ഡിതനോട് ഞാൻ ഇങ്ങനെയല്ല, ചോദ്യം വേറൊരു രൂപത്തിൽ ചോദിച്ചു. പടച്ച തമ്പുരാന്, അതായത് സൃഷ്ടാവിന് രോഗിയായ അടിമയെയാണോ ആരോഗ്യമുള്ള അടിമയാണോ ഇഷ്ടം? അതുപോലെ ദരിദ്രനായ അടിമയാണോ അല്ലെങ്കിൽ സമ്പത്തുള്ള അടിമയാണോ ഇഷ്ടം എന്ന് ഞാൻ ചോദിച്ചു. ശരിക്കും നിങ്ങൾക്ക് പടച്ചവന് ഈ ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ചോദ്യത്തിന് മറുപടിയാണോ? ആ, ആരോഗ്യമുള്ള ആളെയല്ല അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാകുക. ആരോഗ്യമുള്ള അടിമനെ ആയിരിക്കും അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവുക. പിന്നെ ദരിദ്രനെയാണോ സമ്പത്തുള്ള അടിമനെയാണോ അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവല്? അള്ളാഹു ഗനിയ്യുൻ ഹമീദ് എന്നാ പറയുന്നത്. അപ്പൊ ആരെയൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവല്, സൃഷ്ടാവിന് ഇഷ്ടം ഉണ്ടാവല്? അനീയനായിരിക്കും, നല്ലല്ലേ സമ്പത്തൊക്കെ മറ്റുള്ളവർക്ക് കൂടി കിട്ടുള്ളൂ. ഗനിയിനെ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക, അല്ലെ? അപ്പൊ ഞാൻ ഈ പണ്ഡിതനോട് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ആ ചോദ്യത്തിൽ തന്നെ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹ് സൃഷ്ടാവ് രോഗിയെന്നോ ഇഷ്ടപ്പെടണമെങ്കിലുള്ള മാനദണ്ഡം രോഗമോ ആരോഗ്യമോ സമ്പത്തോ ദരിദ്രനോ എന്നുള്ളതല്ല. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് എനിക്കൊരു ഒരു ഹദീസാണ് മറുപടി തന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅ്മാലിക്കും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇതേ വരി വെച്ചുകൊണ്ട് തിരിച്ചു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, സൃഷ്ടാവ് നമ്മുടെ രൂപങ്ങളിലേക്കോ പിന്നെ ശരീരത്തിലേക്കോ അല്ല നോക്കുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രവർത്തികളിലേക്കുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ വിഷയം, രോഗം എന്നുള്ള ഒരു വ്യക്തിക്ക്, ഒരു അടിമക്ക് എന്തുകൊണ്ട് രോഗമുണ്ടാകുന്നു എന്നുള്ള ഒരു പഠനം ജനങ്ങളിൽ നടത്തിയപ്പോ എനിക്ക് ലഭിച്ചത്, മനസ്സിൽ രോഗമുള്ള, മനസ്സ് ശരിയില്ലാത്ത ആരുടെയൊക്കെയോ കുശുമ്പും അസൂയയും വിദ്വേഷവും വെറുപ്പും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പല വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടും പല പേടിയുള്ള അനുഭവങ്ങളിലൂടെ പോകുന്നത് കൊണ്ടും സമ്പത്തില്ലാത്തതിന്റെ പേരിലൊക്കെ വിഷമിക്കുന്നത് കൊണ്ടുമൊക്കെയാണ് ഞാൻ പഠനം നടത്തിയപ്പോൾ രോഗമുണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അന്നപ്പോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതാണെങ്കിൽ നമുക്ക് രോഗമുണ്ടാവുമോ? നമ്മുടെ ഹൃദയത്തിന് എന്തൊക്കെയോ രോഗമുള്ളത് കൊണ്ടല്ലേ ബോഡിയിലേക്കും വരുന്നത്? പിന്നീട് ഞാൻ പഠനം നടത്തിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ഷെയർ ചെയ്തു. അപ്പോൾ ആ വ്യക്തി എനിക്ക് തന്ന മറുപടി, ഇങ്ങനെ അള്ളാഹ് പറയുന്നത് മാത്രമേ നമ്മൾ വിശ്വസിക്കാവൂ, നമ്മൾ പഠനങ്ങളൊന്നും നടത്താൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ട് രോഗമുണ്ടാവുന്നു എന്ന് പഠനങ്ങളൊന്നും നടത്താൻ പാടില്ല, പടച്ചവൻ എന്താണോ നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞത് അത് മാത്രം വിശ്വസിച്ചാൽ മതി എന്നാണ്. അപ്പൊ ശരിക്കും ഇങ്ങനെ നമ്മളെ സമൂഹത്തെ ഈ രൂപത്തിൽ ഇങ്ങനെ ഒതുക്കി ഒരു മനുഷ്യന്റെ ഹൃദയം ശരിയാവാൻ സമ്മതിക്കാതെ, നമ്മുടെ രോഗങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന്, നമ്മുടെ ചിന്തകളിൽ നിന്ന്, നമ്മളെ വിഷമങ്ങളിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ ഒരു പഠനം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കല്? രോഗിയാവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല.
അല്ലെ? നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു ക്യാൻസർ രോഗം ഉണ്ടാവണ്ടീനി, കിഡ്നി ആവണ്ടീനി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതുപോലെ മറ്റു മാരക രോഗങ്ങൾ ഉണ്ടാവണ്ടീനിന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ സത്യത്തിൽ? ഇല്ല. അപ്പൊ ഇത്തരം അവയർനെസ്, കാരണം ഇങ്ങനെ ഒരു സംഭവം നമ്മളോട് ആരും തന്നെ ശരിക്കും പറയുന്നില്ല. ഇങ്ങനത്തെ സൈക്കോളജിസ്റ്റുകളാണ് ഈ വിവരങ്ങളൊക്കെ ഇപ്പൊ സമൂഹത്തോട് പറയുന്നത്. ഞാനൊരു ക്യാൻസർ പേഷ്യന്റിൽ നിന്നാണ് ഈ പഠനങ്ങൾ ആരംഭിക്കുന്നത്. ആ ഒരു പഠനത്തിൽ നിന്നാണ് ഒരുപാട് അറിവുകളിലേക്ക് യാദൃശികമായി ഞാൻ എത്തിപ്പെടുന്നത്. ഒരുപാട് അറിവുകളിലേക്ക് പിന്നെ പിന്നെ നമ്മൾ ഏത് റൂട്ടിലേക്ക് പ്രവേശിക്കുന്നുവോ ആ റൂട്ടിലൂടെ നമുക്ക് കൂടുതൽ വിശാലമായ അറിവുകളിലേക്ക് സൃഷ്ടാവ് നമ്മൾ എത്തിക്കും. ഒന്നും പഠിക്കരുത്, എല്ലാം അള്ള തരുന്നതാണ്. ഈ രോഗം എന്നുള്ളതിന് പലരും രോഗമുണ്ടാവുന്നത് ഒരുപാട് പുണ്യമുള്ള കാര്യമായിട്ടാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചത്. ആണോ അല്ലേ? പ്രവാചകന്മാർക്കൊക്കെ രോഗമുണ്ട്. അയ്യൂബ് നബി അങ്ങനെ പലരെയും പറഞ്ഞിട്ട് രോഗം ഒരു പുണ്യമായിട്ട് നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇതൊക്കെ കേട്ട് കേട്ട് നമ്മളെ ചിന്ത മുഴുവൻ രോഗം രോഗം എന്നാക്കി. ഇന്നിപ്പോ എത്ര കുടുംബങ്ങളിലാണ് ക്യാൻസർ പേഷ്യന്റ് ആയിട്ടും പല മാരക രോഗങ്ങൾ ഉള്ള ആളുകൾ ഉള്ളത്? ഇത് രോഗികളാണോ ഇന്ന് കൂടുതൽ, അല്ലെങ്കിൽ രോഗമില്ലാത്തവരാണോ സത്യത്തിൽ കൂടുതലുള്ളത്? രോഗികളാണ് കൂടുതലുള്ളത്. എന്തുകൊണ്ട് ഈ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിപ്പെട്ട്? ശരിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ജനത? അപ്പം പ്രഷറായി, ഷുഗറായി, കൊളസ്ട്രോൾ, ഇങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാത്തവര് വളരെ കുറവായിരിക്കും. പക്ഷെ ഇനിയുള്ള തലമുറനെ ഈ അവസ്ഥയിലേക്ക് കിട്ടൂല എന്നാണ്. കാരണം അവരൊക്കെ ക്രിറ്റിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. നമ്മളൊന്നും ക്രിറ്റിക്കലായി ചിന്തിക്കാത്തത് കൊണ്ട് ഓരോരുത്തർ പറയുന്നതും കേട്ട് അത് വിശ്വസിച്ച് രോഗവും നമ്മളും തമ്മിൽ ഒരു ബന്ധമില്ല, ഒക്കെ പടച്ചോൻ തരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പടച്ചോനെ സത്യത്തിൽ പ്രകൃതിയിൽ തന്നത് മുഴുവനും ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം തുല്യമായിട്ടൊക്കെ തരുന്നുണ്ട്. ഇത് രോഗം മാത്രം എന്തുകൊണ്ടാ ഒരു കൂട്ടർക്ക്? അങ്ങനെ നമ്മളെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും, പുണ്യമുള്ള കാര്യമാണെങ്കിൽ എല്ലാവർക്കും പടച്ചോൻ രോഗം കൊടുക്കണ്ടേ? ഞാനൊക്കെ ഒരുപാട് രോഗത്തുനിന്ന് മോചനം കിട്ടിയൊരവസ്ഥയാണ് ഇപ്പം. അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റാണോ എന്ന് തോന്നിപ്പോവും ഇന്നുള്ള ഓരോ രോഗത്തെ പുകഴ്ത്തി കൊണ്ടുള്ള പല സംസാരങ്ങളും കേൾക്കുമ്പോൾ. രോഗിയായ ഒരു അടിമനെയാണ് അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ദൈവം ഇഷ്ടപ്പെടുന്നത് എന്നാണ് പല സംസാരങ്ങൾ കേട്ടാലും നമുക്ക് മനസ്സിലാവുക. ശരിക്ക് നമ്മൾ വർഷങ്ങളോളം മരുന്ന് കഴിക്കുമ്പോൾ പിന്നെന്താ നമുക്ക് സംഭവിക്കുന്നത്? വർഷങ്ങളോളം മരുന്ന് കഴിക്കുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ കിഡ്നി ആയിട്ടും നമ്മുടെ ആന്തരാവയവങ്ങൾ എന്തായി പോവും? അടിച്ചു പോവും, അല്ലെ? ശരിക്കും നമ്മൾ ഇതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഈ മറ്റുള്ളവര് പറയുന്നതും കേട്ട് അതും വിശ്വസിച്ച് മാറി ചിന്തിക്കാതെ നമ്മുടെ ആരോഗ്യത്തെ പണയപ്പെടുത്തേണ്ടി വരുന്നത്. ആണോ അല്ലേ? ഞാനൊക്കെ എന്തോ ഒരവസ്ഥയിലേക്ക് എത്തുമായിരുന്നു മാറി ചിന്തിച്ച് നല്ല അറിവുകൾ നേടിയിട്ടില്ലെങ്കിൽ എന്നാണ് എനിക്കൊക്കെ ഇപ്പം ബോധ്യമായി കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വിഷയം ഞാൻ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതാർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. കാരണം ഇപ്പൊ നമ്മളെയൊക്കെ ഒരു 40 വയസ്സ് വരെ ഈ രോഗം എന്തുകൊണ്ട് ഉണ്ടാവുന്നു, മനസ്സിന്റെ തലങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ പടച്ചോൻ തന്നെ ഓരോ വ്യക്തിക്കും കൊടുക്കുന്നതാണോ എന്ന് അറിയാതെ നമ്മളൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടു നടന്ന് എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം ചിന്തിച്ച് എന്ത് സംഭവിക്കും? ഇങ്ങനെ നമ്മളെ ജീവിതം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെ മാത്രം ചിന്ത പോകുമ്പോൾ നമ്മുടെ എനർജി, പടച്ചവൻ തന്ന ആത്മാവ്, നഫ്സ് എന്താവും? നിങ്ങൾ ഇതിന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത ആളുകളുണ്ട് ഇതിൽ. എന്താ അവര് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്താവും? നമ്മുടെ എനർജി, ആ പടച്ചവൻ തന്ന ആത്മശക്തി എന്താവും? ഡൗൺ ആവും, നെഗറ്റീവ് ആവും. ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യൂല.
നമുക്കൊരു ആത്മവിശ്വാസം ഇല്ലാതെ, നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഈ സമയത്താണ് നമുക്ക് എന്ത് വരുന്നത്? ഈ സമയത്താണ് നമുക്ക് എന്തുണ്ടാവുന്നത്? രോഗങ്ങൾ വരുന്നത്. അതായത് ഇപ്പൊ ഒരു നെഗറ്റീവായ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രക്ഷിതാവിന്റെ കുട്ടി, അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് നെഗറ്റീവ് എനർജിയിലൂടെ, ഒരു സന്തോഷം സമാധാനവും ഇല്ലാതെ അസ്വസ്ഥമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, അവർക്ക് ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജിയിലൂടെ ഇവർക്കും ഈ കുട്ടിക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ശരിക്കും നമ്മുടെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആണ്. ഇത് നമ്മളോട് എവിടെയും ആരും പറയുന്നില്ല. പല ആശുപത്രികളും പല മരുന്ന് സ്ഥാപനങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും നമ്മുടെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആയാൽ നമുക്ക് രോഗം ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ആരും തന്നെ പഠിപ്പിക്കണില്ല. മനസ്സിന്റെ ആരോഗ്യം ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്താണ് പ്രവർത്തനം ഉണ്ടാവുന്നത് എന്ന് നമ്മളോട് ആരും പറഞ്ഞു തരുന്നില്ല. അപ്പൊ നമ്മള് ശരിക്ക് നമ്മളെയൊക്കെ ഉള്ളില് രണ്ട് സംഘടന നടക്കുന്നുണ്ടല്ലോ, നന്മയുടെയും തിന്മന്റെയും ഏരിയകൾ തമ്മിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് നമ്മളെ സൃഷ്ടാവ് ഫസ്റ്റത്തെ മനുഷ്യനെ സൃഷ്ടിച്ചത് മുതൽക്ക് സ്വർഗലോകത്തുനിന്ന് നമ്മളെ വിശ്വാസപ്രകാരം ആദം നബിനെ സൃഷ്ടിച്ച സമയത്ത്, സൃഷ്ടിക്കുന്നതിന് മുന്നേ തന്നെ മലക്കുകളോട് ചർച്ച ചെയ്യുന്നുണ്ട്. എന്താ ചർച്ച ചെയ്യുന്നത്? മലക്കുകളോട് പറയുന്നുണ്ട്. സൂറത്ത് ബക്കറയിലുണ്ട് ഒരായത്ത്. ആ ആയത്തിൽ പറയുന്നത്, വൈദഖാല റബ്ബുക്കലിൽ മലായിക്കത്തി, മലക്കുകളോട് സൃഷ്ടാവ് പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോവുകയാണ്. അപ്പൊ മലക്കുകൾ ചോദിക്കുന്നുണ്ട്, പരസ്പരം രക്തം ചിന്താനും കലഹിക്കാനും എന്തിനാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത്? അപ്പൊ അള്ളാഹ് പറയുന്നത്, എന്റെ തീരുമാനമാണ്, അങ്ങനെ മനുഷ്യരെ സൃഷ്ടിച്ചു. എല്ലാവരോടും സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് ജിന്നുകളും മലക്കുകളുമാണ് സൃഷ്ടിക്കപ്പെട്ടവര്. അപ്പൊ അവരോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്തു. ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം സുജൂദ് ചെയ്യാതെ മാറി നിന്നു. അപ്പൊ ഈ പിശാച്, ഇവരെയാണ് പിശാചുക്കൾ എന്ന് പറയുന്നത്. ഈ ഒരു മനുഷ്യന് ഈ ആത്മാവ്, റൂഹ് പടച്ചവൻ കൊടുക്കുമ്പോൾ ഈ രണ്ടും ഇതിലടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ നന്മയുടെ ഒരു വശവും തിന്മയുടെ ഒരു വശവും അടങ്ങിയിരിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഈ രണ്ട് ഭാഗമുണ്ട്. കാരണം ഇത് തമ്മിലുള്ള സംഘട്ടനമാണ് ഓരോ വ്യക്തിയുടെ ഉള്ളിലും നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്തോ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ പറയും, ഇപ്പൊ എന്തിനാ ചെയ്യുന്നത്? മറ്റുള്ളവരൊക്കെ എന്നെ പലതും പറയാൻ ചെയ്യും, അതിനൊന്നും പോകണ്ട എന്ന് തിന്മയുടെ ശക്തി നമ്മളോട് പറയുമ്പോൾ നമ്മൾ അത് വേണ്ട, ചിലപ്പോൾ നിസ്കരിക്കണം, അല്ലെ ധർമ്മം ചെയ്യണം, ഇങ്ങനെയൊക്കെ നമ്മൾ തീരുമാനം ഉണ്ടാവും. ഉടനെ തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് മറ്റേ ശക്തി നമ്മളെ ശരിയാക്കും. ഇങ്ങനെ ഉള്ളില് സംഘട്ടനം എല്ലാവരുടെ ഉള്ളിലും നടക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ അറിവിനനുസരിച്ചാണ് ഈ നന്മയുടെയും തിന്മയുടെയും ഏതെങ്കിലും ഒരു ഭാഗം, അതായത് നമ്മുടെ അറിവിനനുസരിച്ച് നമ്മുടെ ബോഡിയിലുള്ള, അതായത് നമ്മുടെ ചിന്തകൾ ഉണ്ടാവും. നമ്മുടെ ഉള്ളിലേക്ക് എന്തൊക്കെ അനുഭവങ്ങളാണോ അറിവുകളാണോ നമ്മൾ ഉള്ളിലേക്ക് പോയിട്ടുള്ളത്, അതിനനുസരിച്ച് അതിനനുസരിച്ചാണ് ചിന്തകൾ ഉണ്ടാവല്. നമ്മുടെ ബ്രെയിനിൽ ചിന്തകൾ ഉണ്ടാവും. അപ്പോൾ ഇതിനനുസരിച്ച്, ഈ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ രണ്ട് പാർട്ട് ഉണ്ട്, ഇടതു ഭാഗവും വലതു ഭാഗവും. അപ്പൊ ഇതില് നമ്മൾ ഒരു കുട്ടി ജനിച്ചു വീണ് ആ കുട്ടി ജീവിക്കുന്നത് നെഗറ്റീവ് എനർജിയുള്ള, നെഗറ്റീവായിട്ടുള്ള, അതായത് ഒരുപാട് തിന്മകൾ ചെയ്യുന്ന, ചിലപ്പം മദ്യപിക്കുക അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന രക്ഷിതാക്കളുടെ മക്കളാണെങ്കിൽ അവര് സ്വാഭാവികമായിട്ട് നെഗറ്റീവ് എനർജിയിലൂടെയാണ് വരുന്നത്. നല്ല രക്ഷിതാക്കളുടെ മക്കളാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് എനർജിയിലൂടെയാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് ഒരു വ്യക്തി ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് വളരുന്നതെങ്കിൽ അവർ പോസിറ്റീവായിരിക്കും. സന്തോഷവും സമാധാനവും ഇല്ലാതെ നെഗറ്റീവിലൂടെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഒക്കെ ഉള്ള ഒരവസ്ഥയിലൂടെ വളരുകയാണെങ്കിൽ അവർ നെഗറ്റീവായിരിക്കും ഉണ്ടാവൽ.
അപ്പൊ ഇതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ ഏതെങ്കിലും ഒന്ന് ഡോമിനേറ്റ് ചെയ്ത് ആധിപത്യം സ്ഥാപിച്ച് വളരും, മുന്നോട്ട് പോകും. ഈ അവസ്ഥയിലൂടെ വളരുമ്പോഴാണ് നെഗറ്റീവ് ആയിക്കൊണ്ട് ഒരു വ്യക്തി, നെഗറ്റീവ് എനർജി ആയിക്കൊണ്ട് ഒരു വ്യക്തി വളരുമ്പോഴാണ് അവർക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. പോസിറ്റീവ് എനർജി ആയിക്കൊണ്ട് ഒരു വ്യക്തി വളരുമ്പോൾ അവർക്ക് എന്തുണ്ടാവും? അവർക്ക് എന്താണ് ഉണ്ടാവല്? പോസിറ്റീവ് ആയിക്കൊണ്ട് ഈ എനർജി വളരുമ്പോൾ എന്തുണ്ടാവും? നിങ്ങൾ പറഞ്ഞേരി, എന്താണ് ഉണ്ടാവല്? ആരോഗ്യം ഉണ്ടാവും. നെഗറ്റീവായി വളരുമ്പോ അസുഖങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവും. പോസിറ്റീവായി വളരുമ്പോൾ ആരോഗ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് മെഡിക്കൽ സയൻസ് 90% രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ആണ്, മനോജന്യ രോഗങ്ങളാണ് എന്ന് നമ്മളോട് പറയുന്നത്. ഇതൊക്കെ ഒരു ഭാഗത്തുണ്ടായിട്ടും പിന്നെ നമുക്ക് എല്ലാം അനുഗ്രഹിച്ച് നൽകിയ ഈ പ്രപഞ്ചത്തിൽ എല്ലാം നമുക്ക് ഒരുക്കിയതിനു ശേഷമാണ് സൃഷ്ടാവ് നമ്മളെ ഇങ്ങോട്ട് വിട്ടത്. എന്നിട്ട് പിന്നെ നമ്മൾ രോഗം പടച്ചവനാണ് തരുന്നത്, നമുക്ക് പങ്കില്ല എന്ന് പറയാൻ പറ്റുമോ ശരിക്കും? നമ്മളോട് നീ വായിക്കൂ, അല്ലെ നീ പഠിക്കൂ, നീ അറിവ് നേടുമെന്നാണ് ഫസ്റ്റ് മനുഷ്യനോട് പറയുന്നത്. ഇത്തരം അറിവുകളൊന്നും നേടാതെ എല്ലാം പടച്ചവന്റെ തലയിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട്, പടച്ചവനാണ് രോഗം തന്നത്, പടച്ചവൻ സുഖപ്പെടുത്തണം, പടച്ചവൻ സുഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ, വേറെ ഞാൻ പറഞ്ഞു തരാം. പടച്ചവനാണ് രോഗം തന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ട് കുറ്റപ്പെടുത്തി ഇങ്ങനെ കൈയൊഴിയാനാണോ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്? അല്ലെ നമ്മുടെ മനസ്സിനെ ക്ലീൻ ആക്കി, ആരോടെങ്കിലും ദേഷ്യമുണ്ടോ, വെറുപ്പുണ്ടോ, കുട്ടിക്കാലത്ത് എന്തെങ്കിലും ട്രോമയിലൂടെ പോന്നിട്ടുണ്ടോ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ കൂടെയാണോ ഞാൻ ജീവിക്കുന്നത്? ഒരുപാട് ആളുകളുടെ രോഗങ്ങൾക്ക് കാരണം നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയാണ്. ഇപ്പൊ ഇന്നലെ ഞാൻ കൗൺസിൽ ചെയ്തൊരു കേസ്, ആ വ്യക്തിന്റെ വീട്ടുകാർക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവരെന്നെ വിളിക്കുന്നത്. കാരണം എന്നെ വിളിക്കുന്ന ആ വ്യക്തിയുടെ മരുമകന്റെ ഉമ്മ നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയാണ്. ഒരു സമാധാനവും ഈ മരുമകൾക്ക് ആ ഉമ്മ കൊടുക്കുന്നില്ല. അങ്ങനെ അവര് ഗൾഫിൽ പോയി. ഗൾഫിൽ പോകുമ്പോൾ ഈ മരുമകൾ ഒരൊറ്റ കണ്ടീഷനാണ് ഭർത്താവിനോട് വെച്ചത്: നിങ്ങൾ ഉമ്മയെ ഗൾഫിലേക്ക് കൊണ്ടുവരരുത്. ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ ഉമ്മനെ ഗൾഫിലേക്ക് കൊണ്ടുവന്നോളി. കാരണം അവർക്കറിയാം ഒരുമിച്ച് ജീവിക്കുമ്പോൾ എത്രത്തോളം മാനസികമായി വിഷമങ്ങൾ കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ രൂപത്തിൽ സംസാരിച്ചത്. ഗൾഫിലേക്ക് എത്തി 3 മാസം കഴിഞ്ഞപ്പോൾ ഉമ്മ മകനെ പറഞ്ഞ് ശരിയാക്കി ഗൾഫിലെത്തി. ആ എത്തിയതോടുകൂടി ഇവക്ക് അസുഖങ്ങൾ തുടങ്ങി, പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തുടങ്ങി. പിന്നെ 3 മാസം കഴിഞ്ഞ് വന്നു, പിന്നെയും ഒരു 3 മാസം കഴിഞ്ഞ് വീണ്ടും എത്തി. അപ്പോഴൊക്കെ ഇവർക്ക് ഈ വ്യക്തിക്ക് പ്രയാസം. അപ്പൊ ഹസ്ബൻഡ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവട്ടോ, എന്നെ ആള് വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ നാട്ടിൽ വന്നു, അവര് വീണ്ടും ഇവരുടെ കൂടെ ജീവിക്കുമ്പം ഇവർക്ക് ഇപ്പം ശരീരം മൊത്തം, കാലിനൊക്കെ നീര് വന്നത് കൊണ്ടാണ് ഇന്നലെ എന്നെ വിളിച്ചത്. ഇപ്പൊ ഇങ്ങനത്തെ ആളുകളുടെ കൂടെ എങ്ങനെ ജീവിക്കണം എന്ന് മൈൻഡ് സ്ട്രോങ് ആക്കുക എന്നല്ലാതെ, മനസ്സിന്റെ പവർ ശക്തി കൂട്ടി നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പഠിക്കുക എന്നല്ലാതെ നമ്മളെ രോഗിയാക്കാൻ വിട്ടുകൊടുക്കുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? നമ്മളിങ്ങനെ രോഗിയായ അവിടെയും ഇവിടെയും പോയി മരുന്ന് കഴിക്കുന്നതാണോ? ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ മെന്റൽ സ്ട്രോങ് ആക്കുകയാണോ? മനസ്സിന്റെ ആരോഗ്യം ശക്തിപ്പെടുത്തി ശരീരത്തിന്റെ ആരോഗ്യം തിരിച്ചു പിടിക്കുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? ശരീരത്തിന്റെ ആരോഗ്യം തിരിച്ചു. അപ്പൊ നമ്മൾക്ക് ഈ മനസ്സിന്റെ ആരോഗ്യം എന്നുള്ള ഒരു ടോപ്പിക് നമ്മൾ എവിടെ കേൾക്കണില്ല, നമ്മൾ പഠിക്കണില്ല, നമ്മൾ മനസ്സിലാക്കണില്ല. നമ്മൾ കേൾക്കുന്നത് മുഴുവനും കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ കേൾക്കുന്നത്
അസുഖം, മരുന്ന്, ഹോസ്പിറ്റല്. ഇതല്ലേ? ആണോ? അല്ലേ? ഇതാണ് നമുക്ക് ഒരു ചര്യ, ഒരു ശീലമായി പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വളർന്നു വരുന്ന മക്കള് വരെ ഒരു 15, ശരിക്ക് നമ്മളെയൊക്കെ കാലഘട്ടങ്ങളിൽ ഒരു 30 വയസ്സിന് ശേഷം ഈ രോഗം ഉണ്ടാവല്. ഒരു 35 ആകുമ്പോഴത്തേക്ക്. ഇപ്പൊ കുട്ടികൾക്ക് വരെ നമ്മളിലൂടെ ഈ ഒരു മൈൻഡ് സെറ്റാണ് കുട്ടികൾക്കും അറിയാതെ ഉണ്ടാവുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവരും ആശുപത്രികൾ കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ട് ഉണ്ടാവുന്നു? എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വേണ്ടാത്തത് ഉണ്ട്, മാലിന്യങ്ങൾ ഉണ്ട്. ആ മാലിന്യങ്ങളിൽ നിന്ന് ഞാൻ മോചനം നേടിയാൽ എനിക്ക് ആരോഗ്യം തിരിച്ചു കിട്ടും എന്നുള്ളൊരു അവയർനെസ്, ഒരു അറിവ് കുട്ടികൾക്കും ലഭിക്കുന്നില്ല. ഇനി രോഗം ഉണ്ടായാൽ രോഗിയായി തന്നെ മരിക്കണം എന്നല്ല പടച്ചവൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ. രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറെ ഘടകങ്ങളുണ്ട്. കാരണം ഒരു ആയത്തിൽ പറയുന്നുണ്ടല്ലോ, ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയം വരിച്ചു, ആത്മാവിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു. ശരിക്കും നമ്മൾ ഒരു രോഗിയായിക്കൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ പരാജിതനായിട്ടാണ് മരിക്കുന്നത്. ആരോഗ്യത്തോടെ മരിക്കുന്നുണ്ടെങ്കിൽ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണം രുചിക്കുക തന്നെ ചെയ്യും. ഇതുപോലെ നമ്മള് ആത്മാവിനെ നമുക്ക് സംസ്കരിക്കാൻ കഴിഞ്ഞാൽ അത് കറക്റ്റ് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഉദ്ധരേതുദ്ധരാത്മാനം ആത്മാനം അവസാദേ എന്ന് പറഞ്ഞ് 4 വരികൾ പറയുന്നുണ്ട്. നമ്മൾ ഉയർത്തണം. നമ്മൾ തന്നെയാണ് നമ്മളുടെ ശത്രു, നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധു എന്ന് പറഞ്ഞുകൊണ്ട് 4 വരികൾ അതുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളിൽ തന്നെയാണ് സൃഷ്ടാവ് ഈ അനുഗ്രഹീത ജന്മം നമുക്ക് നൽകി ആത്മശക്തി നമുക്ക് നൽകിയിട്ടുള്ള ഈ ആത്മശക്തിയുടെ കഴിവിനെ കുറിച്ച്, പവറിനെ കുറിച്ച്, ആത്മശക്തിക്ക് ഇന്ന കഴിവുകൾ ഉണ്ട് എന്ന് നമ്മളോട് ആരും പറഞ്ഞു തന്നില്ല. നമ്മളോട് പറഞ്ഞത് മുഴുവൻ രോഗം ഉണ്ടാവും, മരുന്ന് കഴിക്കണം, എന്നിട്ട് കൂടുതൽ കൂടുതൽ രോഗിയായി 65-70 ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ വെറും രോഗം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ. അപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സബ് കോൺഷ്യസ് മൈൻഡിന് എന്തുണ്ട്? വനഫ്സിൻ, അതേ ആയത്തിന്റെ താഴെയാണ് പറയുന്നത്, വനഫ്സിൻ വമാ സവ്വാഹ. ആത്മാവ് തന്നെയാണ് സത്യം, അതിനെ ശരിപ്പെടുത്തിയവനും. ഈ ശരിപ്പെടുത്തുക എന്നുള്ളതാണ് ഇബ്രാഹിം നബി ഏതോ ഒരു സൂറത്തിൽ പറയുന്നുണ്ട്, വൈദാ മരിൽതു വഹുവ യശ്ഫി. ഞാൻ രോഗിയായപ്പോൾ, അവിടെ പടച്ചവൻ എന്നെ രോഗിയാക്കിയപ്പോൾ എന്നല്ല പറയുന്നത്, ഞാൻ രോഗിയായപ്പോൾ. അപ്പൊ അദ്ദേഹത്തിനും എന്തൊക്കെയോ വിഷമങ്ങളിലൂടെ, അവസ്ഥകളിലൂടെ കടന്നു പോയതിന്റെ ഭാഗമായിട്ട് അദ്ദേഹവും രോഗിയായി. മെന്റൽ ഹെൽത്ത് ഡൗൺ ആയപ്പോൾ അദ്ദേഹം രോഗിയായി. ആ സമയത്ത് വഹുവ യശ്ഫി, അവൻ എന്നെ സുഖപ്പെടുത്തുന്നു. അപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുകയാണ്, ആ മരുന്ന് കഴിക്കുമ്പോഴും എനിക്ക് ഇത് കഴിച്ചിട്ട് കാര്യമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നതെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. മരുന്നുകൊണ്ടൊന്നും എനിക്ക് സുഖാവൂല എന്ന് വിശ്വസിച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കല്? നമുക്ക് അത് സുഖപ്പെടൂല. നിങ്ങൾ പറയുന്നുണ്ടാവും, ഇതിൽ കേൾക്കുന്നില്ല. അത് നമുക്ക് സുഖപ്പെടൂല. അതുപോലെ നമ്മൾ വിശ്വസിക്കുകയാണ്, പച്ചവെള്ളം കുടിച്ചാൽ മതിയാവും നമ്മളെ രോഗങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ. ഈ പച്ചവെള്ളത്തിലൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പ്രകൃതി തന്നെ പടച്ചവനെല്ലാം നമ്മൾക്ക് ഒരുക്കി വിട്ടിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ആരും പഠിപ്പിക്കുന്നില്ല. ഒരുപാട് ഘടകങ്ങളുണ്ട് നമുക്ക് രോഗമില്ലാതെ ജീവിക്കാൻ. ഒന്ന് ഇതും കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി തന്നെ പറയുന്നുണ്ട്, വൈദാ മരിൽതു വഹുവ യശ്ഫി, ഞാൻ രോഗിയായപ്പോൾ അവൻ എന്നെ സുഖപ്പെടുത്തുന്നു.
അതായത് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളിൽ തന്ന ആത്മശക്തിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അതിൽപ്പെട്ട ഒരു കഴിവാണ് രോഗത്തെ സുഖപ്പെടുത്താനുള്ള കഴിവ്. അതിനൊക്കെ നമ്മുടെ ബോഡിയും മൈൻഡും പഠിക്കുമ്പോൾ അതിനൊക്കെ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ന്യൂറോൺസിനെയും ബ്രെയിനിനെയും ചിന്തകളെയും ഒക്കെ പഠിക്കുമ്പോൾ ഇത് 100% ശരിയാണ് എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഖുർആനും ശരിക്ക് ഈ ഭഗവത്ഗീതയും ഖുർആനും ഒക്കെ നമ്മൾ ശാസ്ത്രീയമായി പഠിക്കാതെ എന്തൊക്കെയോ ആരോ പറഞ്ഞ് അതൊക്കെ ഓതിയാൽ നല്ല പുണ്യം ഉണ്ടാവും എന്ന് വിശ്വസിച്ച് അങ്ങനെ ഓതി കാലങ്ങൾ കഴിഞ്ഞു പോയി രോഗിയായി കട്ടുമലേക്ക് ആവുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മളെ മുന്നിൽ അനവധി ആളുകളുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്തരം അവയർനെസ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ തന്നെ നമുക്ക് തിരിച്ചു പിടിക്കാനാണ്. അപ്പോ ഇതിലൂടെ മനസ്സിലാവുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ രോഗം നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുഖപ്പെടുത്താനുള്ള ഒരു ശക്തിയും നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ തന്നെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാല് വെള്ളം നന്നായി കുടിച്ചാല് രാവിലെ വെറും വയറ്റില് വെള്ളം കുടിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, അതുപോലെ വായു ബ്രീത്ത് എക്സസൈസ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ഇമോഷൻസ്, നമുക്ക് ഈ രോഗം വരാനുള്ള കാരണം എന്താണ്, നമ്മളെ വേട്ടയാടിയ അനുഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിലൂടെ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് പൂർണ്ണമായും കളയാൻ സാധിച്ചാൽ, അതുപോലെ ആക്സസ് ബാർ എന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ നെഗറ്റീവ് എനർജിയെ ഉള്ളിൽ നിന്ന് കളയാൻ സാധിച്ചാൽ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ അസുഖങ്ങളിൽ നിന്നും പല അവസ്ഥകളിൽ നിന്നും മോചനം ലഭിച്ച് നല്ലൊരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോ നമ്മുടെ ഉള്ളിലുള്ളതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കാതെ എല്ലാം പടച്ചവൻ തന്നതാണ്, അള്ളാന്റെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മളെ തകർക്കുന്നത്, നമുക്ക് സൃഷ്ടാവ് അനുഗ്രഹിച്ച് നൽകിയ നമ്മുടെ ആത്മശക്തിയെ കേടാക്കുന്നത്, നമുക്കത് ക്ലീൻ ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്ക് ആരോടും വെറുപ്പും വിദ്വേഷവും അസൂയയും കുശുമ്പും ഒന്നും ഇല്ലെങ്കിൽ, കാരണം നമ്മളെ പാസ്റ്റ് ലൈഫിൽ നമ്മളെ വേദനിപ്പിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തയിൽ ആര് വരും? ആരുണ്ടാവല് സ്വാഭാവികമായിട്ടും? നമ്മളെ വിഷമിപ്പിച്ച ആളുകൾ പലപ്പോഴും ചിന്തയിൽ വരും. ഓല് അങ്ങനെ ചെയ്തില്ലേ, ഓല് ഇങ്ങനെ ചെയ്തില്ലേ, ഓല് കാരണമല്ലേ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയത്. അത്തരം ചിന്തകൾ വരുമ്പോ പിന്നെന്താവും? നമ്മുടെ എനർജി എന്താവും? പോസിറ്റീവാണോ നെഗറ്റീവാണോ ആവല്? എന്താണ് ആവല്? നമ്മളെ എനർജി എന്താവും? നെഗറ്റീവ് ആവും. അപ്പൊ നമുക്ക് അതിൻ്റെതായ പ്രയാസങ്ങൾ, ഇപ്പൊ നമ്മളെ ഉരവേദന ആവട്ടെ, പുറം വേദന ആവട്ടെ, കാലുവേദന ആവട്ടെ, വീഴുന്നത് വരെ നമ്മൾ രണ്ട് രൂപത്തിൽ വീഴും. നമ്മുടെ ഒരു ചിന്തകൾ ഒരുപാട് നമ്മളിട്ട് വേട്ടയാടുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. അതപ്പോ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ നമ്മൾ അവിടെ വീഴാനുള്ള സാധ്യത ഉണ്ട്. ചവിട്ട് ശരിയാവില്ല നടക്കുമ്പോഴൊന്നും. അതുപോലെ ബിസിനസ്, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ നമ്മളെ കോൺസെൻട്രേഷൻ കിട്ടാതെക്കുമ്പോൾ, നമുക്ക് ആത്മവിശ്വാസം കുറയുമ്പോൾ നമ്മളെ ബിസിനസ് പരാജയത്തിലാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമുക്ക് എനർജി ബേസിൽ ഈ ഒരു അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ എനർജിയെ, അള്ളാ തന്ന ആ റൂഹിനെ, നഫ്സിനെ നമുക്ക് ക്ലീൻ ആക്കി നല്ല ഒരു അവസ്ഥയിൽ ആരോടും ഒന്നുമില്ലാതെ നിഷ്കളങ്ക മനസ്സോടെ നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല ആരോഗ്യവും സമ്പത്തും സമാധാനവും ഒക്കെ തിരിച്ചു കിട്ടും. അപ്പൊ ഇത്തരം അറിവുകൾ നമ്മുടെ ഉള്ളിലുള്ള
ബോഡിയുടെ പ്രവർത്തനങ്ങൾ, ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ, മനസ്സിന്റെ പ്രവർത്തന രീതി, ഇതൊക്കെ മനസ്സിലാക്കി ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മൾ ഒന്നുമില്ലാതെയാണ്. അതുപോലെ ഇവിടുന്ന് പോകുന്നതും ഇവിടുത്തുള്ള ചപ്പ് ചവറുകൾ കൊണ്ടുപോവാതെ വന്നതുപോലെ ക്ലീനാക്കി നമുക്ക് പോവാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ സാധിക്കണമെങ്കിൽ നമുക്ക് ഇത്തരം അറിവുകൾ നമുക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ നല്ലൊരവസ്ഥയിൽ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ എനർജിനെ നെഗറ്റീവ് ആക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ കുശുമ്പും അസൂയയും ദേഷ്യവും വെറുപ്പും മാത്രമല്ല, പേടികള്, ഇത്തരം ദുരനുഭവങ്ങള്, അതുപോലെ നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ പാരൻസിന്റെ ക്രോമസോമിലൂടെ ലഭിക്കുന്ന ഘടകങ്ങള്. ഇപ്പൊ ആങ്സൈറ്റി ഉള്ള ഒരു പിതാവാണെങ്കിൽ, അതുപോലെ മാനസിക വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഉമ്മയാണെങ്കിൽ, അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ അറിയാതെയാണ് നമുക്ക് ഈ എനർജി ബേസിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് സൃഷ്ടാവ് പ്രത്യേകം പറയുന്നത്, ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയിച്ചു, ആത്മാവിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പൊ ഈ ആത്മാവിനെ മലിനപ്പെടുത്തുന്നവരാണ് സാമ്പത്തികമായി പരാജയം നേരിടുന്നവരും രോഗികളാവുന്നവരും അതുപോലെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുമൊക്കെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത്, നമ്മളെ ഉള്ളിൽ നന്നായി ചിന്തകൾ മുന്നോട്ട് നീങ്ങുന്നത് നെഗറ്റീവായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു അവസ്ഥയിലൂടെ പടച്ചവൻ തന്ന ഈ നല്ലൊരു ജന്മത്തെ, അനുഗ്രഹീത ജന്മത്തെ നമുക്ക് നന്നാക്കാൻ കഴിയാതെ, നല്ലൊരു അവസ്ഥയിലേക്ക് ക്ലീനാക്കി നല്ലൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയാതെ ജീവിതം പരാജയത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ആ വരി വ്യക്തമാക്കി നമ്മളോട് പറഞ്ഞു തന്നത്, സംസ്കരിച്ചവൻ വിജയിച്ചു, മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു എന്ന്. അപ്പം നമുക്ക് ഒരു വ്യക്തി തീരുമാനിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഇരുന്നു കൊണ്ട് ബ്രീത്ത് എക്സസൈസ്, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഡിവൈൻ എനർജി ഉള്ളിലേക്ക് പോകുന്നതായും, അതുപോലെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ മാലിന്യമുള്ള ഉള്ളിലേക്ക് എന്തൊക്കെയോ മാലിന്യങ്ങൾ അറിയാതെ പിടിച്ചിട്ടുണ്ട്, അതൊക്കെ പുറത്തേക്ക് പോകുന്നതായും ചിന്തിച്ചുകൊണ്ട് ബ്രീത്ത് എക്സസൈസ് സിമ്പിൾ ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു റിലാക്സ് കിട്ടും. അതുപോലെ സെൽഫ് അഫർമേഷന്, നമ്മളെ തന്നെ സ്നേഹിക്കുക, ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മളെ എനർജിനെ പോസിറ്റീവ് ആക്കി മാറ്റണമെങ്കിൽ സൃഷ്ടാവ്, നമ്മൾ പോസിറ്റീവ് ആവുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പ്രകാശവുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. നമ്മൾ നെഗറ്റീവ് ആവുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള ഇരുട്ടുമായിട്ട്, ആ തിന്മയുടെ ലോകവുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടാവും. ഇതാണ് സംഭവിക്കുന്നത്. അതാണ് ഖുർആൻ നമ്മളിൽ വ്യക്തമാക്കി പറഞ്ഞു തരുന്നത്. ഒരു സൂറത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞ് വലതുപക്ഷക്കാരെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്തരം അവയർനെസ്സുകളൊക്കെ, അപ്പൊ ഇടതുപക്ഷക്കാരാണെങ്കിൽ ഇവിടെയും പരാജയമാണ്. അതായത് ലെഫ്റ്റ് ബ്രെയിൻ ആണ് നമ്മളുടെ ഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ, നെഗറ്റീവ് എനർജിയാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ഇവിടെയും സന്തോഷം സമാധാനം ഉണ്ടാവില്ല, പരലോകത്തും സന്തോഷം സമാധാനം ഉണ്ടാവില്ല. റൈറ്റ് ബ്രെയിന്, അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഡിവൈൻ പ്രകാശത്തെ, ദൈവികമായിട്ടുള്ള പ്രകാശത്തിലേക്ക് നമുക്ക് കണക്ഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്നതിന്റെ കണ്ടന്റ്. ആത്മാവിനെ സംസ്കരിച്ചവൻ, ഉള്ളിലുള്ള പ്രകാശത്തെ കണ്ടെത്താൻ കഴിഞ്ഞവൻ, അവര് വിജയിച്ചു. ആ ഒരു പ്രകാശത്തെ കണ്ടെത്തുക എന്നുള്ള ഒരു ധർമ്മമാണ് നമ്മുടെ ഈ ജന്മം കൊണ്ട് സൃഷ്ടാവ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ പ്രകാശം, അത് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് നമുക്ക് എവിടെ നിന്ന് എനർജി കിട്ടിയോ ആ ശക്തിയിലേക്കാണ് ആ കണക്ഷൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തീവ്രമായി രോഗം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ശക്തിയുടെ ഡിവൈൻ പവറുമായിട്ടുള്ള കണക്ഷനിലൂടെയാണ് നമുക്ക് സുഖപ്പെടുന്നത്. മരുന്ന് കുടിച്ചിട്ടില്ലെങ്കിലും സുഖപ്പെടുന്നുണ്ട്. എന്റെയൊക്കെ അനുഭവങ്ങളാണ് എന്നെ ഈ രൂപത്തിൽ പറയിപ്പിക്കുന്നത്, അല്ലാതെ ഉണ്ടാക്കി ഊഹിച്ച് സംസാരിക്കല്ല.
അപ്പൊ ആ ശക്തി നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിലുള്ള മനസ്സിൽ നമ്മൾ എന്തെല്ലാം കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ മനസ്സിലുള്ള ഏത് ലെയറുമായിട്ടാണ് നമുക്ക് ബന്ധം. നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ വരും. അപ്പൊ രോഗങ്ങള് മരുന്ന് കഴിച്ചാലും കുറയാതെ, ഒരു രോഗത്തിന്റെ പിന്നിൽ വേറൊരു രോഗം, എപ്പോഴും രോഗം രോഗം എന്നുള്ള ചിന്ത കൊടുത്ത് 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 നമ്മൾ നല്ല ഒരു രോഗിയായിട്ട് മാറും. അതിനനുസരിച്ച് നമ്മുടെ എനർജി നെഗറ്റീവായി ഇരുട്ടായി കറുത്ത് 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 ആര് പറഞ്ഞതും മനസ്സിലാക്കാൻ കഴിയാതെ, ഏത് ടെസ്റ്റിലും ചിലപ്പോൾ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. അതും വീണ്ടും വീണ്ടും പേടി വന്ന്, എന്താ പഠിച്ചോനെ, എന്താ ദൈവമേ, ഞാൻ എന്തെല്ലാം ടെസ്റ്റ് നടത്തി, എത്ര ഡോക്ടർമാരെടുത്ത് പോയി, ഇതിലൊന്നും മാറ്റല്ല, നമ്മുടെ എനർജി കേടാവുകയാണ് എന്നുള്ളൊരു അറിവ് പോലും നമുക്കില്ലാതെയാണ് നമ്മൾ നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ ഡിവൈൻ പവറുമായിട്ട്, ആ അള്ളയുമായിട്ട്, ദൈവവുമായി, യേശുവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഈ അവസ്ഥയിലേക്കൊക്കെ, പരാജയത്തിന്റെ പാതയിലേക്ക് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. രണ്ടും സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സൃഷ്ടാവ് തന്നിട്ടുണ്ട്. ഇരുട്ടാണ് വേണ്ടതെങ്കിൽ, തിന്മയാണ് വേണ്ടതെങ്കിൽ, പൈശാചികമായിട്ടുള്ള പ്രവർത്തികളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്ക് നമുക്ക് പോവാം. പടച്ചവനെ സ്നേഹിച്ച്, പടച്ചവൻ എൻ്റെ ഉള്ളിലുണ്ട്, ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, ദൈവം എന്നെ രക്ഷിക്കും, ഞാൻ ഈ അസുഖത്തിൽ നിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് മോചനം ഉണ്ട് എന്ന് എൻ്റെ ഉള്ളിലുള്ള അള്ളാഹ്, പ്രകൃതിയിലുള്ള, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ശക്തിയുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് ഉള്ളിൽ നമുക്ക് പ്രകാശം കത്തിക്കാൻ കഴിഞ്ഞാലേ ആ ഡിവൈൻ പവറുമായിട്ട്, സുപ്പീരിയർ പവറുമായിട്ട്, പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ച ആ ശക്തിയുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാനല്ല പറയുന്നത്. ഖുർആൻ നമ്മളെ പറയുന്നുണ്ട്, അല്ലാഹു നൂറു സമാവാതി വൽ അർള്, ആകാശഭൂമികൾക്കിടയിലുള്ള പ്രകാശമാകുന്നു അള്ളാഹ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഉള്ളിൽ പ്രകാശമുണ്ടെങ്കിലേ ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തിയുമായിട്ടുള്ള ഒരു പ്രകാശം ഉണ്ടാവുകയുള്ളൂ. ഇതിന്റെ അഭാവമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും. രോഗങ്ങളാവട്ടെ, സാമ്പത്തിക തകർച്ചയാവട്ടെ, ഒളിച്ചോട്ടങ്ങളാവട്ടെ, എല്ലാം സംഭവിക്കുന്നത് ഈ ഉള്ളിലുള്ള പ്രകാശത്തെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട്. തോന്നിയതുപോലെ എൻ്റെ പേരൻസ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് എൻ്റെ ലൈഫ് ഉണ്ടാവുന്നത്. എൻ്റെ പേരൻസ് ഹിന്ദു ആണെങ്കിൽ ആ ആശയത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും, മുസ്ലിം ആണെങ്കിൽ ആ ആശയത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും, ക്രിസ്ത്യാനി ആണെങ്കിൽ ആ ആശയത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും. ഏത് മതത്തിലായാലും ഏത് അവസ്ഥയിലാണെങ്കിലും ഓരോരുത്തരുടെ ഉള്ളിലുമുള്ള ആ പ്രകാശത്തെ കണ്ടെത്താൻ സാധിച്ചാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ശക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മുടെ ഉള്ളിലുണ്ടാവും. പിന്നെ നമുക്ക് അനുഗ്രഹീതമായിട്ടുള്ള ഒരു ജന്മമാണ് തിരിച്ചു കിട്ടുക. പിന്നെ നമുക്ക് എപ്പോഴും പിന്നെ തെറ്റ് ചെയ്യാൻ കഴിയൂല. തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് പറയും. ഇപ്പൊ ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ നിന്ന് നമുക്ക് സമ്മതം നമുക്ക് സംസാരിക്കാൻ കഴിയൂല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എത്ര വെറുപ്പിച്ചാലും എന്തൊക്കെ പറഞ്ഞു വന്നാൽ നമുക്കത് അങ്ങനെ ആ ടോപ്പിക്കിലേക്ക് തന്നെ പോകാൻ കഴിയില്ല. ഇനി ആരോ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ, മറ്റുള്ളവരെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മളത് ഒട്ടും നമ്മൾ ഉള്ളിലേക്ക് എടുക്കില്ല. ആ സ്പോട്ടിൽ, ഇന്നിപ്പോ എന്നോട് ഒരു അയൽവാസി വന്നപ്പോ അവരുടെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം പറയാൻ തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ ആവശ്യമില്ലാത്ത എന്തിനാ സംസാരിക്കുന്നത്, അവരുടെ പ്രവൃത്തി നിങ്ങൾ എന്തിനാ ഏറ്റെടുക്കുന്നത്? അപ്പൊ നമുക്കങ്ങനെ പറയാൻ തോന്നിപ്പോവും. നമുക്കിതൊന്നും ഒരു ഹരമായി മറ്റുള്ളവരെ പറ്റി കുറ്റപ്പെടുത്തി സംസാരിക്കാനോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ ഒന്നും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ഈ പ്രകാശം നമ്മുടെ ഉള്ളിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ, നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഇപ്പൊ ഖുർആൻ പറയുന്ന ആ പ്രകാശം, അല്ലാഹു നൂറു സമാവാതി വൽ അർള്, ആ ഒരു പ്രകാശത്തെ നമ്മളെ ഉള്ളിൽ കണ്ടെത്താൻ സാധിച്ചാൽ പിന്നെ നമുക്ക് ദുഃഖം എന്നൊരു സംഭവം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എപ്പോഴും സന്തോഷം നിറഞ്ഞ സമാധാനമുള്ള ഈ ഒരു ജീവിതത്തിന്, എപ്പോഴും ഈ അനുഗ്രഹീത ജന്മത്തിന് നന്ദി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ നമുക്ക് എത്താൻ കഴിയും നമ്മുടെ ഉള്ളിൽ ആ പ്രകാശം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ
പൈശാചിക തലമായിട്ടുള്ള തിന്മയുടെ കറുപ്പിന്റെ ഒരു ലോകമാണ് നമ്മുടെ ഉള്ളിൽ വളർത്തിയതെങ്കിൽ നമുക്ക് രോഗങ്ങളും സമാധാനമില്ലാത്ത, സാമ്പത്തിക പ്രയാസമുള്ള, കഷ്ടപ്പാടുള്ള, ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുള്ള, ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി പലതും പറഞ്ഞു നടക്കുന്ന, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. അപ്പൊ ഏതാണ് വേണ്ടത് എന്നത് നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഉള്ളിൽ വെളിച്ചം വേണമെങ്കിൽ അത് കത്തിക്കാം, ഇരുട്ടാണ് വേണ്ടതെങ്കിൽ അതും കത്തിക്കാം. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് എന്താണ് ഉള്ളിൽ വളർന്നതെങ്കിൽ, ദൈവികമായിട്ടുള്ള ഒരു പ്രകാശമാണ് ഉള്ളിൽ വളർന്നതെങ്കിൽ അത് നിലനിർത്തുക. ഇരുട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ വളർത്തിയതെങ്കിൽ പ്രകാശമാക്കി മാറ്റുക. തീർച്ചയായിട്ടും മനോഹരമായ സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇതിലൂടെ തന്നെയാണ് പിന്നെ നമ്മളെ സ്വർഗവും നരകവും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഏതവസ്ഥയിലാണോ ഉള്ളത് അതിൽ നിന്ന് മാറണം എന്നുള്ളൊരു തീരുമാനമെടുത്ത് ഉള്ളിൽ ഡിവൈൻ പവർ, ഒരു വനഹനു അക്രബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. കണ്ഠനാടിയേക്കാൾ ഞാൻ നിന്നോട് അടുത്തിരിക്കുന്നു. ഇപ്പോ ശബരിമലയിൽ പോകുന്ന ആളുകൾ ആ 18ാം പടി കയറി ഏറ്റവും മുകളിലെത്തുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി, നിന്റെ ഉള്ളിൽ തന്നെയാണ് ദൈവം. ഖുർആനും അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചത് പടച്ചവൻ വേറെവിടൊക്കെയോ ആണെന്ന്. നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തെ കണ്ടെത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും ലൈഫ് മനോഹരമാകും. അപ്പൊ അതുകൊണ്ട് ഇത്തരം സംഗതികൾ നന്നായി മനസ്സിലാക്കുക. നമ്മുടെ ആരോഗ്യവും സമ്പത്തും സമാധാനവും ഒക്കെ നമ്മൾ തിരിച്ചു പിടിക്കുക. ഓക്കെ, മനസ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കി എനർജി ബേസിലുള്ള പഠനങ്ങൾ മുന്നോട്ട് നീക്കുക. ഇനി ആർക്കെങ്കിലും ഇത്തരം പഠനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മനസ്സിനെ പറ്റിയും നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 15 ദിവസത്തെ ക്ലാസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക് ഉണ്ട്. ഇതുപോലെ നമ്മൾ എങ്ങനെയൊക്കെ രക്ഷപ്പെടണം എന്നുള്ള എല്ലാ സംഗതികളും അതിലൂടെ പറയുന്നുണ്ട്. അത്തരം ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തുക. മനസ്സിനെ സംസ്കരിച്ച് നല്ലൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. ഈ മാസം 20-ാം തീയതി ക്ലാസ് തുടങ്ങുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മളെ ബോഡിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഇല്ലല്ലോ. അപ്പൊ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള സന്മനസ് കാണിച്ചതിന് ആത്മാർത്ഥമായി നന്ദി പറയുന്നു. അതുപോലെ നിങ്ങൾക്കൊക്കെ നല്ലൊരു ലൈഫ്, സന്തോഷവും സമാധാനവും ആരോഗ്യവും സമ്പത്തുമുള്ള ഒരു സുന്ദരമായൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കട്ടെ. സൃഷ്ടാവിന്റെ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇതില് അസുഖങ്ങളിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്, എനിക്ക് അറിയുന്നുണ്ട്. പക്ഷെ ഞാന് അവരോട് പ്രത്യേകം പറയാണ്, സാഹചര്യം നമുക്ക് മാറ്റാൻ പറ്റൂല. നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിനെ ഒന്നും ചെയ്യാൻ കഴിയൂല. പക്ഷെ അവരെ മനസ്സിലാക്കി അവർക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അവരെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് അകലുന്നതിന് പകരം അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കുമ്പോൾ അവരിലും മാറ്റം ഉണ്ടാവും. അവരറിയാതെ കുട്ടിക്കാലം മുതൽക്കേ കയറിയിട്ടുള്ള പല ഇഷ്യൂവിൽ നിന്നാണ് ഇന്ന് ഈ അവസ്ഥയിൽ അവരെത്തുന്നത്. അവരൊന്നും മനഃപൂർവ്വമല്ല, ഇത്തരം അറിവുകൾ ലഭിക്കാത്തത് കൊണ്ട് അവരുടെയൊക്കെ എനർജി അറിയാതെ കേടായി പോയതാണ്. അപ്പൊ അതിനനുസരിച്ചാണ് അവരുടെയൊക്കെ പെരുമാറ്റം ഉണ്ടാവുന്നത്. ഏതൊരു വ്യക്തിയും അവനവന്റെ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന
ആ പേരൻസിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ എന്താണോ ലഭിച്ചത് അതിനനുസരിച്ചാണ് ഒരു വ്യക്തി ഉണ്ടാവുക. പിന്നീട് ഇത്തരം അറിവുകളിലൂടെയാണ് നമ്മൾ മാറി ചിന്തിച്ച് ലൈഫിനെ ഉള്ളിലുള്ള ട്രോമകളെയൊക്കെ റിമൂവ് ചെയ്ത് അപ്പൊ ചിന്തകൾ മാറും. അതാണ് EFT-യിലൂടെയൊക്കെ സംഭവിക്കുന്നത്. ഈ ട്രോമ ഉള്ളിൽ നിന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരവസ്ഥയിൽ ജീവിതത്തെ മാറ്റിപ്പിടിക്കാൻ കഴിയും. ഒരുപാട് പഠനങ്ങൾ ഇപ്പൊ നമ്മളെയൊക്കെ അടുത്ത് വരുന്ന ആളുകളുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ രോഗങ്ങളിലൂടെ പോയ ആളുകൾ ഒട്ടും 62 വയസ്സായവരും എത്രയോ ആളുകളുണ്ട്. അപ്പോ അവരൊക്കെ ഇപ്പൊ ഒരു മരുന്നും കഴിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നാ പറയുന്നത്. ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് ആക്സസ് ബാറും ചെയ്ത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇത്തരം ഇമോഷൻസ് ഉള്ളിൽ നിന്ന് പോകുന്നതിലൂടെ ലൈഫ് തിരിച്ചു പിടിക്കുന്ന അനവധി ആളുകളുണ്ട്. ഓക്കെ, ഞാൻ ഓഫാക്കട്ടെ. നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലല്ലോ? അപ്പൊ നിങ്ങളുടെ ബന്ധുക്കളിലേക്കൊക്കെ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് എല്ലാവരിലേക്കും എത്തട്ടെ. നമ്മൾ 60 വയസ്സ് വരെയൊക്കെ ജീവിച്ച് പിന്നെ ടെസ്റ്റിനും ഇതിനുമായി നമ്മുടെ പണം ചെലവാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താതെ ആരോഗ്യം തിരിച്ചു പിടിച്ച് ആ പണം മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്തിട്ട് ലൈഫിനെ നമ്മളെ യഥാർത്ഥ സ്വർഗലോകം നമുക്ക് കരസ്ഥമാക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കാം. ഓക്കെ, ഓഫാക്കാണ്. സോറി, റെക്കോർഡ് ഓഫാക്കിയില്ല.